പ്രസിദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-4 വചനങ്ങൾ മാത്രമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ധ്യാനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് വെളിയിൽ നമ്മുടെ ഒരു തിരുവേനി വിളിച്ചിട്ട് ഒരു എക്യുമെനിക്കൽ കൺവെൻഷന് ചെന്നു. കുറച്ച് നാളുകൾ മുമ്പാണ്, 2-3 വർഷം മുമ്പാണ്. 5-ാമത്തെ ദിവസം വൈകിട്ടത്തെ കൺവെൻഷൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവര്, ഞങ്ങൾ വളരെ അവിടുന്ന് നേരെ ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്നു. ഒരു അപ്പനും അമ്മയും 2 ആമക്കളും, 25-26 വയസ്സൊക്കെയുള്ള 2 ആമക്കള്. ഞങ്ങൾ ചെന്ന പാടെ പ്രാർത്ഥിച്ചു, ഭക്ഷണത്തിന് വന്നു. അവിടുത്തെ അങ്കിളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അങ്കിൾ, ഞാൻ പറയാം, ഈ CD പ്ലെയറും MP3 പ്ലെയറും തമ്മിലുള്ള CD MP3 പ്ലെയറും വ്യത്യാസമില്ല. CD എന്ന് പറഞ്ഞാൽ ഒരു 10-12 പാട്ട് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. MP3 അങ്ങനെയല്ല, പാടിക്കൊണ്ടേ ഇരിക്കുക. അങ്കിൾ ഒരു MP3 പ്ലെയർ ആണ് എന്ന് പറഞ്ഞാൽ സംസാരം നിർത്തുന്നില്ല. വലിയ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു അങ്കിള്. എന്നാൽ ആന്റി അതിനും കൂടി ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അന്നേരം ഉവ്വ, അതിനപ്പുറം ഈ ആന്റി മിണ്ടുന്നില്ല. ഞാൻ ഓർത്ത് സ്വാഭാവികമാണ്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൂടെ 10-25 വർഷം ജീവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തർമുഖിയായി പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. 2 ആമക്കള്. അപ്പൊ ഇവര് 4 പേരും കൂടെ നിന്ന് വലിയ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പി തരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സാധാരണ എന്തെങ്കിലും കിട്ടിയാൽ വാരി വലിച്ച് തിന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടുന്ന സ്വഭാവം. പക്ഷെ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ആസ്വദിച്ച് ഇരുന്ന് വളരെ സാവകാശം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഈ ആന്റിയോട് പറഞ്ഞു, പൊന്നാന്റി, സൂപ്പർ ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ആന്റിയുടെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി വരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. അന്നേരം വരെ ഈ MP3 പ്ലെയർ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അങ്കിള് പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി, മിണ്ടുന്നില്ല. അന്നേരം വരെ അച്ഛാ ചിക്കൻ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന മക്കള് പെട്ടെന്ന് അവരുടെ മുഖം അങ്ങ് വാടി, അവരാ ഡൈനിങ് റൂമിൽ നിന്ന് അങ്ങ് സ്കൂട്ടാങ്ങ് മാറി. ഞാൻ ഓർത്ത് എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, നല്ല ഫുഡാണെന്നാണ് ഞാൻ പറഞ്ഞത്, സൂപ്പർ ഫുഡാണെന്നാണ് പറഞ്ഞത്. എന്താ ഇവിടെ സംഭവിച്ചേ? ഈ ആന്റി ദയനീയമായിട്ട് ഹസ്ബൻഡിന്റെ മക്കളെ നോക്കി, അവരൊന്നും മിണ്ടാതെ വന്നപ്പോൾ ഈ ആന്റി എന്നോട് സംസാരിക്കാൻ തോന്നിക്കുക. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ആന്റിയുടെ നാവിന് എന്തോ ഒരു കെട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാവ് തിരിയുന്നില്ല. ഒരു 10-15-20 മിനിറ്റും കൊണ്ട് വളരെ സ്ട്രെയിൻ എടുത്ത് ആന്റി കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം കുറെയൊക്കെ എനിക്ക് മനസ്സിലായി, കുറെയൊക്കെ എനിക്ക് എൻ്റെ ഊഹത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ സംഭവമാണ്. അച്ഛാ, 4 കൊല്ലം മുമ്പ് എൻ്റെ നാവിന് ക്യാൻസർ വന്നു. 4 വർഷം മുമ്പ് എൻ്റെ നാവിന് ക്യാൻസർ വന്നു. ചെറുപ്പം മുതൽ തന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. SLCക്കും പ്രീ ഡിഗ്രിക്കും ഞാൻ ആ കാലത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ജയിച്ച ആളാണ്. എൻ്റെ പടമൊക്കെ അന്ന് പത്രത്തിൽ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞ ഒരു അഭിമാനമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് എൻ്റെ അനിയത്തിമാർ പോലും അടുക്കള കയറി പണി ചെയ്യുമ്പോഴും എന്നെ അടുക്കള കയറ്റത്തില്ലായിരുന്നു. വല്യമ്മയും അമ്മയും പറയും, നീ പോയി പഠിച്ചോടി മോളെന്ന് പറയും. കാര്യം റാങ്ക് ഹോൾഡറാണ് ഇവള്. അങ്ങനെ മുമ്പോട്ട് പോയി ഞാൻ നന്നായിട്ട് പഠിച്ചു ഒരു കോളേജ് ലെക്ചർ ആകാൻ തക്കവണ്ണമുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പൻ എന്നെ പിടിച്ച് കെട്ടിച്ചു വിട്ടു. വളരെ പെട്ടെന്ന് കെട്ടിച്ചു വിട്ടത് നല്ലൊരു കുടുംബത്തിലേക്കാണ്. സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കണു. എനിക്ക് പക്ഷെ ഒറ്റ വിഷയമുള്ളൂ, എനിക്ക് ഭക്ഷണം ഒന്നും വെക്കാൻ അറിയത്തില്ല. എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മയേക്കാൾ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മായിയമ്മ. നല്ലൊരു അമ്മയായതുകൊണ്ട് അമ്മയുടെ കൂടെ 2 മാസം നിന്നപ്പോൾ അമ്മ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അറിയത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നു. ഹസ്ബൻഡിന്റെ ഗവൺമെന്റ് ജോലി, ഞാൻ കോളേജ് പഠിപ്പിക്കാൻ കയറി. സന്തോഷകരമായ കുടുംബം. ഇത് ഒറ്റ വിഷയമുള്ളൂ, ഡൈനിങ് ടേബിളിൽ എന്നും ബഹളമാണ്, യുദ്ധമാണ്. കാര്യം എൻ്റെ ഭക്ഷണം ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. സത്യമാണെന്ന് വെച്ചാൽ എൻ്റെ ഭക്ഷണം എനിക്ക് പോലും ഇഷ്ടമല്ല. കാരണം ഞാൻ എന്ത് വെച്ചാലും ഒന്നെങ്കിൽ എരിവ് കൂടിപ്പോവും, പുളി കൂടിപ്പോവും, എന്തെങ്കിലുമൊക്കെ ഉപ്പ് കൂടിപ്പോവും, എന്തെങ്കിലുമൊക്കെ വിഷയം. എൻ്റെ ഭക്ഷണം എനിക്ക് പോലും നാവി വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ മുമ്പോട്ട് പോയി മക്കളായി. അവരുമൊക്കെ ഇങ്ങനെ പരാതി പറയും. പക്ഷെ ഇതൊക്കെ പരാതിയൊക്കെ അവഗണിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് എനിക്ക് നാവിന് ക്യാൻസർ വന്നു. 4 വർഷം മുമ്പ്. എൻ്റെ പാവ അമ്മ, 75 വയസ്സുള്ള എൻ്റെ അമ്മ അപ്പനെയും വീടും ഒക്കെ ഇട്ടിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിന്ന് 1.5 വർഷം എന്നെ ശുശ്രൂഷിച്ചു. 6 കീമോ വേണമെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അച്ഛാ, 2ാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി, നാവിന്റെ രുചി അറിയാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു. 1.5 വർഷത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പൂർണ്ണമായിട്ടും ഭേദമായിരിക്കുന്നു, അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ വൈകിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഇടി 1.5 കൊല്ലായി അപ്പനെ നിന്നെയൊക്കെ ഇട്ടിച്ച് ഇവിടെ വന്ന്
നിന്റെ കൂടെ നിൽക്കുന്നു, എത്രയും പെട്ടെന്ന് എന്നെ നാട്ടിൽ തിരിച്ചു വിടണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അമ്മയും കൊണ്ട് നാട്ടിലേക്ക് പോവാണ്. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ചെന്ന് അവരെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടത്. എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വണ്ടി ഡ്രൈവ് ചെയ്ത് ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ഇനി എന്ത് ചെയ്യും? ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു, നാവിന് പഠിപ്പിക്കാനുള്ള പ്രാപ്തിയില്ല, സംസാരിച്ചാൽ തിരിയത്തില്ല, ഇനി ശിഷ്ടകാലം വീട്ടിൽ ജീവിക്കാം. പക്ഷേ അന്നേരമാണ് ഈ ആന്റിയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത, തനിക്ക് ഒരു കുഴപ്പമില്ല, നാവിന് ഒരു രുചിക്കുന്ന ഒരു കുഴപ്പവും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ താൻ ഭക്ഷണം വെച്ചാൽ തനിക്ക് പോലും ഇഷ്ടമല്ല, തന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ഇനി നാവിന് രുചിയില്ലാത്ത താൻ എങ്ങനെ ഭക്ഷണം വെക്കാനാ, എന്ത് ചെയ്യാനാ? ശിഷ്ടകാലം വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വെക്കാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക, മറ്റുള്ള ഒരാൾ വേലക്കാരെ നിർത്തേണ്ടി വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ എന്റെ മനസ്സിലേക്ക് തോന്നി, ഞാൻ പിന്നെ വെറും ഒരു പാഴായി പോവാണല്ലോ. ഒരു നേരത്തെ ഒരു ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയും കഴിവും പോലും ഇല്ലാതെ ഞാൻ വെറും ഒരു പാഴായി പോകുകയാണല്ലോ എന്ന് ഓർത്തപ്പോ ചങ്കങ്ങ് തകർന്നു പോയി. എന്റെ ദൈവമേ, ഈ അസുഖത്തോടുകൂടി എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പോലും ചിന്തിച്ചു പോയി. രാത്രിയിലെ വീട്ടിൽ വന്ന് കരഞ്ഞ് ടെൻഷൻ അടിച്ച് കിടക്കുക. 1.5 കൊല്ലമായിട്ട് ഭക്ഷണത്തിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല. അമ്മ വീട്ടിലുണ്ടായിരുന്നു, നാളെ പോയി അടുക്കളക്കാരൻ എന്ത് ചെയ്യും? കരഞ്ഞ് കിടക്കുകയാണ്. രാത്രി 2 മണി 3 മണി സമയമായപ്പോൾ എന്തോ ഒരു ബോധ്യം, എന്തോ ഒരു വെട്ടം, എന്തോ ഒരു വെളിച്ചം കിട്ടിയതുപോലെ ചാടി എഴുന്നേറ്റു. പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ക്രൂശിത രൂപം ഇരിപ്പുണ്ട്. ആ രൂപം എടുത്തു. അതിന്റെ മുമ്പിൽ തിരികത്തിക്കാൻ മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ട്. ഒരു മെഴുകുതിരി സ്റ്റാൻഡും ഒക്കെ എടുത്തു. നേരെ പോയി അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇടത്ത് വശത്ത് വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് ക്രൂശിത രൂപം വെച്ചു. അതിന്റെ മുമ്പിലേക്ക് തിരികത്തിക്കാനുള്ള സ്റ്റാൻഡ് വെച്ചു. അതൊരു തിരിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയേച്ചാ. പിറ്റേന്ന് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഞാൻ ആ തിരി കത്തിച്ചു വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എന്റെ പൊന്നു കർത്താവേ, ഒരു നേരത്തെ ഭക്ഷണം വെക്കാൻ, എന്തിനൊരു കടിഞ്ചായ ഇടാനുള്ള കഴിവ് പോലും എനിക്കില്ല. എന്റെ നാവിന് പ്രാപ്തിയില്ല, രുചിയേറിയുള്ള പ്രാപ്തിയില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. എന്നെ വെറും ഒരു പാഴാക്കി കളയരുതേ, എന്റെ കൂടെ നീ ഇരിക്കണം. ഈ അടുക്കളയിൽ ഞാൻ കാല് കുത്തണമെങ്കിൽ എനിക്ക് നീ ഇല്ല, അതൊക്കൂല കർത്താവേ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞിട്ടച്ച ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മക്കളോ ഹസ്ബൻഡോ എൻ്റെ ഭക്ഷണത്തെ കുറിച്ച് നല്ലതല്ലാതെ പറഞ്ഞിട്ടില്ല. അവര് സഹതാപം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷേ അച്ഛനെ പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരും നല്ല ഭക്ഷണം, സൂപ്പർ ഭക്ഷണം എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ നിങ്ങൾ പറയുന്ന ഈ നല്ല ഭക്ഷണം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, രുചി അറിയാനുള്ള കഴിവ് ഇപ്പോഴും എൻ്റെ നാവിന് ഇല്ലച്ചാ. ഇപ്പോഴും എൻ്റെ നാവിന് ഇല്ലച്ചാ. എന്തായി സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇതാണ് ആത്മാവിൽ ദാരിദ്ര്യം. എന്റെ പൊന്നു കർത്താവേ, ശൂന്യമായ കരങ്ങളോടുകൂടി ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണു. എന്റെ മുമ്പിലെ ഈ പ്രശ്നം, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രശ്നം പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് തരണം ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ബലോ ഒന്നും എന്റെ പൊന്നു കർത്താവേ എനിക്കില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആത്മാവിൽ ദാരിദ്ര്യം. ഞാനിങ്ങനെ ചിന്തിക്കും, ഒരു 5 വർഷമെങ്കിലും മുമ്പാണ് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കും. കോട്ടയത്ത് ടൗണിൽ ഒരു കൺവെൻഷൻ നടക്കും. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം, പ്രസംഗിക്കാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുള്ളത് ആ ശാലോമിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ബെന്നി പുന്നത്ര സാറാണ്. എന്നോട് സംസാരത്തിന് മധ്യേ പറഞ്ഞു, വെച്ചാ ഞാനൊരു 2 മണിക്കൂറാണ് ശുശ്രൂഷിക്കുന്നത്. ഇതിന്റെ മധ്യേ ഒരു 10 മിനിറ്റ് സാക്ഷ്യം പറയാൻ എൻ്റെ കൂടെ ഒരു ദമ്പതികൾ വന്നിട്ടുണ്ട്. ജെയിംസ് മേഴ്സി എന്നാണ് അവരുടെ പേര്. ജെയിംസും മേഴ്സി കാത്തലിക്സ് ആണ്. അവരുടെ സാക്ഷ്യം എങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ സാക്ഷ്യം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അവർക്ക് വിവാഹത്തിന് ശേഷം കുറെ നാളുകൾ മക്കളില്ലായിരുന്നു. പിന്നീട് ഒരു പെൺകുട്ടി ഉണ്ടായി. മിടുക്കി പെൺകുച്ച്, സുന്ദരി പെൺകുച്ച്, എല്ലാവരും മിടുക്കിയാണ് അവൾ നന്നായിട്ട് വളർന്നു വന്നു. പഠനത്തിൽ അവൾ മികവ് പുലർത്തി. നന്നായിട്ട് കീബോർഡ് വായിക്കും, പള്ളിയിൽ പാടും, കീബോർഡ് വായിക്കും. എല്ലാവരുടെയും പൊന്നോമനയായിട്ട് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അവൾ മിടുക്കിയാണ്. എല്ലാവർക്കും സ്കൂളിലും പള്ളിയിലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അവളെ. പൊന്നോമനയായിട്ട് അവൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ അച്ഛാ, കുറച്ച് നാൾ മുമ്പ് പെട്ടെന്ന് അവൾ പഠിത്തത്തിൽ വളരെ പുറകോട്ട് പോകാൻ തുടങ്ങി. അവൾ എല്ലാ കാര്യത്തിലും പുറകോട്ട് പോകാൻ തുടങ്ങി. അവരുടെ ഊർജ്ജസ്വലതയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം ക്ലാസ്സിൽ പോകണമെങ്കിൽ 3 ദിവസം പോലും ക്ലാസ്സിൽ പോകത്തില്ല. എന്നും തലവേദന, ശരീരവേദന. അവളങ്ങ് മെലിഞ്ഞു വന്നു. അവളെ നോക്കാൻ വേണ്ടി തന്നെ ഒരു വേലക്കാരിയുണ്ട്. എന്നിട്ട് അവളങ്ങ് മെലിഞ്ഞുണങ്ങി വന്നു. എന്നും പനി, അസ്വസ്ഥത, ഇടയ്ക്ക് ബ്ലഡ് ഛർദ്ദിക്കുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി, ഒരു കുറവുമില്ല. അങ്ങ് മടുത്തു. ഒരു ദിവസം ഞങ്ങള് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട്, ഇങ്ങനെ പോയ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും ഞങ്ങൾ പേടിയായി. ഒരു ദിവസം ഞങ്ങള് മടുത്തിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച്
ഞാനും മേഴ്സിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഹൂസ്റ്റണിലുള്ള ഏറ്റവും വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് മേടിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർക്ക് ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് വിശദമായ ചെക്കപ്പിന് കുറിച്ചു. ചെക്കപ്പ് നടത്തി തിരിച്ച് വീട്ടിലേക്ക് പോയി വൈകുന്നേരം വേലക്കാരിയെ മോളെ ഏൽപ്പിച്ചിട്ട് ജെയിംസും മേഴ്സിയും തന്നെ വന്ന റിസൾട്ട് മേടിച്ചു വന്ന് ഈ ഡോക്ടറുടെ കൈ കൊടുക്കുമ്പോൾ ഈ ഡോക്ടർ ഈ റിസൾട്ടിലേക്ക് നോക്കിയിട്ട് എടുത്ത് വായിക്കി ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ആകെപ്പാടെ ആണും പെണ്ണുമായിട്ട് ഒരു കുഞ്ഞേ ഉള്ളൂ ഡോക്ടറെ. ഡോക്ടർ മുഖം അങ്ങ് വല്ലാതെ പാടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ലുക്കീമിയ, അത് വല്ലാതെ അങ്ങ് മുമ്പിലേക്ക് പോയിരിക്കുന്നു, തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു, ബ്ലഡ് ക്യാൻസറാണ്. തലതല്ലിക്കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെന്റ് കൊണ്ട് എത്രത്തോളം പ്രയോജനപ്പെടുന്ന ഉറപ്പും നൽകാൻ സാധിക്കത്തില്ല. വളരെ ഹൈപ്പറായിട്ടാണ് ഇത്, വളരെ ക്രോണിക് ആയിട്ടാണ് ഇത് പോകുന്നത്. ക്രോണിക് ആയിട്ടുള്ള ഒരു ലുക്യൂമിയാണ്, വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു ശൈലിയിലുള്ളതാണ്. എത്രത്തോളം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, നാളെ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. തലതല്ലിക്കറിഞ്ഞു ജെയിംസും മേഴ്സിയും. പോകുന്ന വഴിക്ക് കാറിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വീടിനടുത്തെത്തിയപ്പോൾ കാറിൽ നിന്നിറങ്ങി മുഖമൊക്കെ കഴുകിയിട്ട്, മോളുടെ മുമ്പിൽ കരഞ്ഞോണ്ട് ചെല്ലാൻ ഒക്കത്തില്ലല്ലോ, മുഖമൊക്കെ കഴുകിയിട്ട് രണ്ടുപേരും മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. ജെയിംസ് മോളെ എന്ന് പറഞ്ഞ് മോളുടെ മുറിയിലേക്ക് പോയി. മേഴ്സി എന്ന് പറഞ്ഞ അമ്മ മോളെ അന്വേഷിച്ചില്ല, വേലക്കാരി അന്വേഷിച്ചില്ല, ജെയിംസിനെ അന്വേഷിച്ചില്ല, ആരെയും അന്വേഷിച്ചില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്ത് ഒരു, അവരുടെ ഭാഷയെ പറഞ്ഞ നേരെ അച്ഛ, കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്ത് ഞങ്ങൾക്കൊരു റൂം, പ്രാർത്ഥനാ മുറിയായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക. ആ പ്രാർത്ഥനാ മുറിയിലേക്ക് അങ്ങ് കയറി അകത്തങ്ങ് കുറ്റി കിട്ടു. മേഴ്സി എന്ന് പറഞ്ഞ അമ്മ മുട്ടയിൽ ഒരു നിപ്പങ്ങോട്ട് നിന്നു. ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് മുട്ടയിൽ കയ്യും പിരിച്ച്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി ഒരു നിപ്പാണി അമ്മ, മുട്ടയിലൊരു നിപ്പാണ്. പ്രിയപ്പെട്ടവർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, മണിക്കൂറുകൾ മുമ്പോട്ട് പോയി. ഇടയ്ക്ക് ജെയിംസ് വന്ന് വിളിച്ചു. ഇവിടെ ശ്രദ്ധിച്ചു പോലും ആ മുട്ടയിൽ നിപ്പൊരു നിപ്പ നിന്നു എന്ന് പറഞ്ഞാൽ രാവിലെ വരെ മുട്ടയിൽ ഇവിടെ നിന്നു എന്ന് പറഞ്ഞാൽ വെറുതെ മുട്ടയിൽ നിന്നല്ല, അവൾ പ്രാർത്ഥനയിൽ കർത്താവിനോട് തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി പോരാടി. രാവിലെ ആയപ്പോൾ 2 കാലും മന്ത് പോലെ നീര് വന്നു വീർത്തു. ഇതാ കരഞ്ഞ് കണുനീര് വറ്റി. ഇതാ മുട്ട നിൽക്കാനുള്ള ത്രാണിയില്ല. ഈ സ്ത്രീ ഇരുന്നുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ആ ജെയിംസ് വരുന്നു, അവരുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെ വരുന്നു, വിളിക്കുന്നു. ഇവള് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. പകലും മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. വൈകുന്നേരമായപ്പോൾ ഇരിക്കാനുള്ള ത്രാണിയില്ല. അവളവിടെ കടന്നുപോയി. കടന്നിട്ടും തമ്പുരാന്റെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കര ഇങ്ങനെ പൊക്കിപ്പിടിച്ച് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവൾ അവിടെ കടക്കുകയാണ്. ഈ ഒരു രാവും ഒരു പകലും കഴിഞ്ഞു. ഒന്ന് ബാത്റൂമിൽ പോകാൻ, ഒരു വെള്ളം കുടിക്കാനോ പോലും അവൾ വെളിയിലേക്ക് വന്നില്ല. പലരും വന്ന് വിളിച്ചിട്ടൊന്നും ഒരു കുലുക്കും ഇല്ല. രാത്രി മുഴുവൻ അവൾ അവിടെ കടന്നു. പിറ്റേന്ന് രാവിലെ പോലീസിൽ അറിയിച്ച്, നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് വാതിൽ തല്ലിപ്പൊളിക്കാൻ ഒക്കത്തില്ല. പോലീസിൽ അറിയിച്ച് വാതിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, പൊട്ടിക്കാൻ വേണ്ടി ഒക്കെ ഇവർ ആലോചിക്കുകയാണ്, ഈ ജെയിംസും കൂടെയുള്ളവരും. ഇങ്ങനെ ഇരിക്കെ പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് രാവിലെ അവൾ ഒരു തരത്തിൽ എഴുന്നേറ്റിട്ട് ഡോറിന്റെ ലോക്ക് തുറന്ന് ജെയിംസിനെ വിളിച്ചു. നേരെ ജെയിംസ് ഓടി വന്ന് ഇവിടെ താങ്ങി പിടിച്ചു. കുറെ നേരം ബോധം കെട്ട് കിടന്നുറങ്ങി. അതിനുശേഷം ഫ്രഷായി അല്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് നേരെ നിൽക്കാവുന്ന ത്രാണിയായി. ജെയിംസ് ചോദിച്ചെടി, മോളെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടതാ, ഇത് 2-ാം ദിവസമായി, മോളെ കൊണ്ട് പോകണ്ടേ, നീ എന്താ ഇങ്ങനെ തുടങ്ങണേ? പെട്ടെന്ന് ഈ മേഴ്സി എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു, പൊന്നിച്ചായ, ഞാൻ ഈ 2 രാവും 1 പകലും നിലവിളിച്ചത് ജീവനുള്ള എന്റെ ദൈവത്തോടാണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. ഈ മേഴ്സി നിർബന്ധം കട്ടായം പറഞ്ഞപ്പോ ജെയിംസ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇവര് 3 പേരും കൂടെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി മറ്റൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചെക്കപ്പിന് കുറിച്ചു. ചെക്കപ്പുമായിട്ട് ആ റിസൾട്ടുമായിട്ട് വൈകുന്നേരം വിറയ്ക്കുന്ന കരങ്ങളോടുകൂടി ജെയിംസും മേഴ്സി വന്ന് ഈ 2ാമത്തെ ഡോക്ടറുടെ കയ്യിൽ ഈ റിസൾട്ട് കൊടുക്കുമ്പോൾ ആ ഡോക്ടർ ഒരു വല്ലാത്ത ചിരി, കളിയാക്കി ചിരിയിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആ ഡോക്ടർ പറ്റിച്ചതാണ്, നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരത്ത് ക്യാൻസറിന്റെ അണു പോലും കാണുന്നില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നേരമാണ് ഈ ജെയിംസിന് ബോധം ഉണ്ടാകുന്നത്. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഈ അപ്പനും അമ്മയും കൂടെ ഒന്നിച്ച് മുട്ടേ നിന്നു. ഇനി ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയട്ടെ. വിവാഹ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഈ ജീവിത പങ്കാളികളെ തമ്മിൽ പുരോഹിതൻ കൈകൂട്ടി പിടിപ്പിക്കും, കൂട്ടിയോജിപ്പിക്കും. അത് യഥാർത്ഥ പുരോഹിതനല്ല, ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തത്, നിങ്ങളുടെ കരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തത് സർവശക്തനായ ദൈവമാണ്.